മാനസിക ഓർക്കാപ്പുറത്ത് ഒരു നല്ല പണി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ അതിനെ കാണിക്കുന്ന കൺമണി സത്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ആന്റിയമ്മയുടെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ്. തുറന്ന് കൺമണി ആന്റിയമ്മ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണ്. ആന്റിയമ്മ എല്ലാവരും ചതിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ആന്റിയമ്മ മാനസിയോട് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് എന്നൊക്കെ ചോദിക്കുകയാണ് കൺമണി. ഇവിടെയുള്ളവർ ആരും ആന്റിയമ്മയെ വെറുക്കില്ല. കാരണം അവരെല്ലാവരും ആന്റിയമ്മയെ ഈശ്വരന്റെ സ്ഥാനത്താണ് കാണുന്നത്, സ്വന്തം അമ്മയുടെ സ്ഥാനത്താണ് കാണുന്നത്. അതുകൊണ്ട് ഈ ഒരു കാരണം കൊണ്ട് ആന്റിയമ്മയെ ആരും വെറുക്കില്ല എന്ന് പറയുകയാണ്. എന്തായാലും ആന്റിയമ്മ മാനസികയുടെ അച്ഛനും വേണ്ടി ഈ കുടുംബം കുളം തോണ്ടിയിരിക്കുകയാണ്. ഇതും പറഞ്ഞുകൊണ്ട് കൺമണി അവിടുന്ന് പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് ആന്റിയമ്മ കൺമണിയെ വിളിക്കുകയാണ്. മോളെ എന്ന് നീട്ടി വിളിക്കുകയാണ്. എന്നാൽ ആ വിളി കേട്ട് കൺമണി തിരിഞ്ഞു നോക്കുകയാണ്. തുടർന്ന് ആന്റിയമ്മ തിരിഞ്ഞു നിൽക്കുകയാണ്. കൺമണിക്ക് എതിരെ തിരിഞ്ഞു നിൽക്കുകയാണ്. തുടർന്ന് കൺമണി ആന്റിയമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുറന്ന് ആന്റിയമ്മ കൺമണിയോട് മനസ്സ് തുറക്കുകയാണ്. നിനക്ക് അതെന്തുകൊണ്ടാണെന്ന് അറിയണ്ടേ, സത്യം എന്താണെന്ന് അറിയണ്ടേ, ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് നിനക്കറിയണ്ടേ, ഞാൻ എന്തുകൊണ്ട് എൻ്റെ വീട്ടുകാരെയും എൻ്റെ അനിയൻകുട്ടിനെയും എല്ലാം ചതിച്ച് ഞാൻ ഈ കുടുംബത്തിനെ വേണ്ടാത്തവളായെന്ന് നിനക്കറിയണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ആന്റിയമ്മ തൻ്റെ മനസ്സിലുള്ള കാര്യം കൺമണിയോട് പറയുകയാണ്. നിങ്ങളെല്ലാവരും കരുതുന്ന പോലെ ഞാൻ ഈ കുടുംബത്തെ ആർക്കും പണയം വെച്ചിട്ടില്ല, ഞാൻ നിങ്ങളോട് ആരെയും ചതിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. ഞാൻ ഈ കുടുംബത്തെ രക്ഷിക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ ആ മറുപടി കേട്ട് കൺമണിക്ക് ഒന്നും മനസ്സിലാകാതെ ഇങ്ങനെ കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുകയാണ്. തുടർന്ന് ആന്റിയമ്മ അന്നുണ്ടായ കാര്യങ്ങൾ പറയുകയാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം മാനസ എന്നെ കാണാൻ വന്നിരുന്നു. എന്നാൽ അത് കേൾക്കുമ്പോൾ തന്നെ കൺമണിക്ക് ഒരു ചതിയുടെ കഥ കത്തുകയാണ്. തുടർന്ന് ആന്റിയമ്മ അന്നുണ്ടായ കാര്യങ്ങളെല്ലാം കൺമണിയോട് പറയുകയാണ്. മാനസ അന്ന് എന്നെ നേരിട്ട് വന്ന് കണ്ടു, വാതിലടച്ചിട്ടാണ് എന്നെ ഒറ്റയ്ക്ക് നിർത്തി സംസാരിച്ചത്. മാനസ തന്റെ കയ്യിലുള്ള മൊബൈൽ ദൃശ്യം എന്നെ കാണിച്ചു. കൃപ ഡ്രസ്സ് മാറുന്ന വീഡിയോ ആണ് മാനസ തന്നെ കാണിച്ചത്. അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ആന്റിയമ്മ. തുടർന്ന് മാനസ തന്നെ ഭീഷണിപ്പെടുത്തിയതും കൺമണിയോട് പറയുകയാണ് ആന്റിയമ്മ. എന്നാൽ ആ ദൃശ്യം കണ്ട് ആന്റിയമ്മ നല്ല ദേഷ്യത്തിൽ മാനസയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ്. തുടർന്ന് മാനസ ആന്റിയമ്മയുടെ കൈ എല്ലാം തട്ടി മാറ്റുകയാണ്. എനിക്ക് നേരെ എന്തെങ്കിലും വിരലനക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ പിന്നെ ഈ വീട്ടിലുള്ളവരെ ഒന്നും ഞാൻ വെച്ചേക്കില്ല എന്നൊരു ഭീഷണി ആന്റിയമ്മയുടെ മുഖത്ത് നോക്കി പറയുകയാണ് മാനസ. എന്റെ കയ്യിലുള്ള ഈ ദൃശ്യം ഞാൻ പുറം ലോകത്ത് കാണിക്കും, ഞാനിത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് മാനസയുടെ ഭീഷണിയാണ്. എന്നാൽ ആ ഭീഷണി കേട്ട് ആന്റിയമ്മ ഒന്ന് പേടിക്കുകയാണ്. തുടർന്ന് ആന്റിയമ്മ കൈ കൂപ്പിക്കൊണ്ട് മാനസയോട്, അയ്യോ മാനസ, നീ അവിവേകം ഒന്നും ചെയ്യരുത്, നീ എൻ്റെ കൃപയുടെ ജീവിതം ഇല്ലാതാക്കരുത് എന്ന് പറയുകയാണ്. തുടർന്ന് മാനസ പിന്നെ ആന്റിയമ്മയോട്, ആന്റിയമ്മ പറഞ്ഞ കാര്യം ഞാൻ വേണമെങ്കിൽ സ്വീകരിക്കാം, പക്ഷെ ആന്റിയമ്മ എനിക്ക് വേണ്ടി നിലപാട് മാറ്റേണ്ടി വരും എന്ന് പറയുകയാണ്. നാളെ കമ്പനിയിൽ നടക്കുന്ന മീറ്റിംഗിൽ ആന്റിയമ്മ നേരിട്ട് ഹാജരായിട്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് മറുപടി കൊടുക്കണമെന്ന് പറയുകയാണ്. ഈ കമ്പനിയിൽ ജയമോനും മാനസിയും ഉണ്ടായിരിക്കണം എന്നൊരു തീരുമാനം ആന്റിയമ്മ എടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രം ഈ ദൃശ്യം എൻ്റെ കയ്യിൽ സേഫ് ആയിരിക്കും, പുറം ലോകം കാണില്ല. മറിച്ചാണ് തീരുമാനമെങ്കിൽ പിന്നെ നിങ്ങളുടെ കുടുംബത്തിൽ പിന്നെ ആരും ജീവനോടെ കാണില്ല, എല്ലാവരെയും ഞങ്ങൾ തീർക്കും എന്നൊരു ഭീഷണിയാണ് മാനസയുടെ. ഇതും പറഞ്ഞുകൊണ്ട് മാനസ അവിടുന്ന് പോവുകയാണ്. തുടർന്ന് മാനസ പറഞ്ഞ ഈ ഭീഷണിക്ക് മുമ്പിൽ ആന്റിയമ്മ വഴങ്ങുകയാണ്. എന്നാൽ ഈ കഥയെല്ലാം കേട്ട് വിശ്വസിക്കാനാകാതെ ഷോക്ക് അടിച്ച പോലെ നിൽക്കുകയാണ് കൺമണി ആകെ മരവിച്ചൊരവസ്ഥയിൽ നിൽക്കുകയാണ്. എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ മരവിച്ച പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. വെറുതെ വന്ന് ആന്റിയമ്മയുടെ മനസ്സിലുള്ള ഈ രഹസ്യം ചൊറിഞ്ഞറിഞ്ഞു. ഈശ്വര, ഞാനിങ്ങനെ ക്രിട്ട് സാറിനോട് ഇതെങ്ങനെ പോയി പറയും? തുടർന്ന് ആന്റിയമ്മ പിന്നെ കൺമണിയോട്, നീ തന്നെ പറ, ഞാൻ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്, ഞാൻ എടുത്തത് തെറ്റായ തീരുമാനമാണോ എന്ന് ചോദിക്കുകയാണ്. കൃപയുടെ ജീവിതം ഇല്ലാതാക്കി മാനസികെതിരെ നിന്നാൽ മതിയായിരുന്നോ എന്ന് ചോദിക്കുകയാണ് കൺമണിയോട്. എന്നാൽ അതെല്ലാം കേട്ട് കൺമണിക്ക് പോലും മറുപടി പറയാൻ സാധിക്കുന്നില്ല. ശരിയാണ് സാഗറിന് നിങ്ങൾക്ക് മുമ്പിലെല്ലാം ഞാൻ ഇപ്പോൾ വലിയ തെറ്റുകാരിയാണ്. പക്ഷെ ഞാൻ ശ്രമിച്ചത് എന്റെ കുടുംബം ഇല്ലാതാകാൻ വേണ്ടിയല്ല, എന്റെ കുടുംബം രക്ഷിക്കാൻ വേണ്ടിയാണ്. കൃപയുടെ ഈ കാര്യം ഞാൻ എങ്ങനെയാണ് എൻ്റെ അനിയൻകുട്ടന്റെ അടുത്ത് പോയി പറയുന്നത്, സുജാതയുടെ അടുത്ത് ഞാൻ ഈ കാര്യം എങ്ങനെയാണ് പറയുന്നത്? ഇതൊക്കെ കേട്ടാൽ സാഗർ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് ഈ കാര്യം എല്ലാവരിൽ നിന്ന് മറച്ചു വെക്കേണ്ടി വന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒന്നും പഴയ പോലെ ആകില്ല എന്ന് എനിക്കറിയാം. എന്നാലും കുഴപ്പമില്ല, നിങ്ങളുടെ എല്ലാം മനസ്സിൽ ഞാൻ വെറുക്കപ്പെട്ടവളായിരിക്കും, തെറ്റുകാരിയായിരിക്കാം. എന്നാലും കുഴപ്പമില്ല, ഞാനിത് ചെയ്തത് എൻ്റെ കുടുംബം രക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആന്റിയമ്മ പൊട്ടിക്കരയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി പൊട്ടിക്കരയുകയാണ്. ആന്റിയമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കൺമണി ആന്റിയമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയാണ്. തുടർന്ന് കൺമണി ആന്റിയമ്മയുടെ മുമ്പിൽ കൈകൂപ്പിക്കൊണ്ട് ക്ഷമ ചോദിക്കുകയാണ്. ഇതൊന്നും അറിയാതെയാണല്ലോ ഞാൻ ആന്റിയമ്മയെ കുറ്റപ്പെടുത്തിയത്, എന്നോട് ക്ഷമിക്കൂ ആന്റിയമ്മയെ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ് കൺമണി. എന്നാൽ അത് കേട്ട് ആന്റിയമ്മ കൺമണിയെ ആശ്വസിപ്പിക്കുകയാണ്. തുടർന്ന് ആന്റിയമ്മ പിന്നെ കൺമണിയോട്, ഈ കാര്യം മോളെ ഞാൻ ആരോടും പറയരുത് എന്നും കൂടി ആവശ്യപ്പെടുകയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണി പിന്നെ ചിന്തിക്കുന്നത്, ക്രിട്ട് സാറിനോട് ഞാൻ ഈ കാര്യം എങ്ങനെ പറയും? ഈ കാര്യം കൃഷ് ഒരിക്കലും അറിയാൻ പാടില്ല. കൃഷ് എങ്ങാനും ഇത് അറിഞ്ഞാൽ കൃഷിന് ഇത് സഹിക്കാൻ സാധിക്കില്ല.
കൃഷി പിന്നെ മാനസിയുടെ അച്ഛനും പിന്നെ വെച്ചേക്കില്ല, രണ്ടുപേരെയും പച്ചയ്ക്ക് കത്തിച്ച് കളയും. ഇനി കൃഷ്ണ അതിന് സാധിച്ചില്ലെങ്കിൽ സാഗർ തന്നെ അവർ രണ്ടുപേരെയും കൊന്നുകളയും. അങ്ങനെ സംഭവിച്ചാൽ പുറത്തുള്ളവർ കൃപയുടെ ഈ കാര്യങ്ങളെല്ലാം അറിയും. അങ്ങനെ വന്നാലും നമ്മുടെ കുടുംബം ഇല്ലാതാകുമെന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് ആന്റിയമ്മ. എന്നാൽ അത് കേട്ട് കൺമണിക്ക് കാര്യം മനസ്സിലാവുകയാണ്. തുടർന്ന് കൺമണിയോട് പിന്നെ ആന്റിയമ്മ മോൾ ഈ കാര്യം ആരോടും പറയരുത് എന്ന് പറയുകയാണ്. തുടർന്ന് കൺമണി അതിന് സമ്മതിക്കുകയാണ്. ഇല്ല ആന്റിയമ്മ, ഈ കാര്യം ഇനി മറ്റാരും അറിയില്ല എന്ന് പറയുകയാണ്. മാനസിയെ ഞാൻ എൻ്റെ മകളുടെ സ്ഥാനത്താണ് കണ്ടിരുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യത്തിന് അവർ എന്നെ തന്നെ തെരഞ്ഞെടുത്തത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എൻ്റെ ജീവിതം ആകെ മാറി മറിയാൻ പോവുകയാണ്. ഒരു പക്ഷേ ഈ വീട്ടിലെ ഏതെങ്കിലും ഒരു മുറിയിൽ ഒരു തടവുകാരിയെ പോലെ, അതല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ വീണ് മരിക്കും എന്നൊക്കെ പറയുകയാണ് ആന്റിയമ്മ. എന്നാൽ അത് കേട്ട് കൺമണി പിന്നെ ആന്റിയമ്മയെ ആശ്വസിപ്പിക്കുകയാണ്. ഇല്ല ആന്റിയമ്മ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ആന്റിയമ്മ ഈ വീടിന് വേണ്ടി ചെയ്ത ത്യാഗം എപ്പോഴെങ്കിലും പുറത്തു വരും. തൽക്കാലം നമുക്ക് അതോർത്ത് വിശ്വസിച്ച് ആശ്വസിച്ചിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ആന്റിയമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് രണ്ടുപേരും കരയുകയാണ്. തുറന്നു കാണിക്കുന്ന ദേവ്ജിയാണ്. ദേവ്ജി സാഗറിന് ഫോൺ വിളിക്കുകയാണ്. തന്നെ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ അടിയന്തരമായിട്ടൊന്ന് കാണണം എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ എന്താണ് കാര്യമെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് ദേവ്ജി അത് നീ ഇങ്ങോട്ട് ഓഫീസിൽ വന്നിട്ട് പറയാമെന്ന് പറയുകയാണ്. തുടർന്ന് സാഗർ പിന്നെ ആന്റിയമ്മയുടെ കാര്യമാണോ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് ദേവ്ജി അതൊന്നുമല്ല, നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. എന്തോ ഒരു സീരിയസ് മാറ്റർ ആണെന്ന് സാഗറിന് മനസ്സിലാവുകയാണ്. തുടർന്ന് കാണിക്കുന്ന കൺമണിയാണ്. കൺമണി കൃഷ്ണൻ കാണാതെ നേരെ തന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ആകെ കിളി പോയൊരവസ്ഥയിലാണ് കൺമണി തന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സമയത്ത് കൺമണിയുടെ മനസ്സിലെല്ലാം ആന്റിയമ്മ പറഞ്ഞ കാര്യങ്ങളാണ്. എന്നാൽ ഈ സമയത്ത് കൃഷ്ണന്റെ കോള് കൺമണിക്ക് വരികയാണ്. തുടർന്ന് കൺമണിയോട് കൃഷ് നീ ഇതിപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. എത്ര നേരമായി ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. തുടർന്ന് കൺമണി ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് എന്ന് പറയുകയാണ്. തുടർന്ന് കൃഷ് പിന്നെ കൺമണിയോട് ദേഷ്യപ്പെടുകയാണ്. നീ എന്തിനാണ് ഇപ്പോൾ നിന്റെ വീട്ടിലേക്ക് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ തുടർന്ന് കൺമണി അയ്യോ സാർ, എനിക്ക് എൻ്റെ വീട്ടിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നു, അതിനുവേണ്ടി പോകുന്നതാണെന്ന് പറയുകയാണ്. തുടർന്ന് കൃഷ് കൺമണിയോട് ദേഷ്യപ്പെടുകയാണ്. ഇന്ന് ഇത്രയും വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ട് നീ നിന്റെ വീട്ടിലെ എന്ത് പ്രധാനപ്പെട്ട കാര്യത്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ്. എന്നാൽ അപ്പോഴും കൺമണി മറുത്തൊന്നും പറയുന്നില്ല. കൃഷ് സാറിനോട് ആന്റിയമ്മ പറഞ്ഞ കാര്യമൊന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് അതൊക്കെ മനസ്സിലൊതുക്കിക്കൊണ്ടാണ് കൺമണി സംസാരിക്കുന്നത്. തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട് സോറി പറയുകയാണ്. സോറി കൺമണി, ഞാൻ അങ്ങനെ പറഞ്ഞില്ല, സോറി. നീ എന്തുകൊണ്ടാണ് ഇന്നിങ്ങോട്ട് വരാഞ്ഞെന്ന് ചോദിക്കുകയാണ്. എനിക്കറിയണം, ആന്റിയമ്മയെ നേരിട്ട് കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയോട് നീ ആന്റിയമ്മയെ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആന്റിയമ്മയെ മാനസ എന്തോ ഒരു കാര്യം പറഞ്ഞ് ചതിയിൽപ്പെടുത്തിയിരിക്കുകയാണ്. അത് ആന്റിയമ്മയുടെ നാവിൽ നിന്ന് തന്നെ അറിയണം എന്താണ് കാര്യമെന്ന്. എന്തായാലും ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്, ഞാൻ ആന്റിയമ്മയെ നേരിട്ട് കാണാൻ പോവുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി ഒന്ന് ഞെട്ടുകയാണ്. തുടർന്ന് കൺമണി പിന്നെ കൃഷ്ണനോട് അയ്യോ സാർ ഇപ്പോൾ അങ്ങോട്ട് പോയാൽ ശരിയാകില്ല, ഞാൻ ആന്റിയമ്മയെ നേരിട്ട് കണ്ട് സംസാരിച്ചു എന്ന് പറയുകയാണ്. തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട് ആന്റിയമ്മ എന്നിട്ട് നിന്നോട് എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ കൺമണി ആന്റിയമ്മ എന്നോട് ഒന്നും പറഞ്ഞില്ല, ഞാൻ പരമാവധി ശ്രമിച്ചു, പക്ഷെ ആന്റിയമ്മ എന്നോട് ഒന്നും പറഞ്ഞില്ല എന്നൊരു കള്ളം കൃഷ്ണനോട് പറയുകയാണ്. എന്നാൽ അതെല്ലാം കേട്ട് കൃഷ്ണൻ നല്ല ദേഷ്യം വരികയാണ്. എനിക്ക് ആന്റിയമ്മയെ ഇപ്പോൾ തന്നെ കാണണം, എനിക്കറിയണം എന്താണ് സംഭവിച്ചതെന്ന്. ആന്റിയമ്മ നിന്നെ വഴക്ക് പറഞ്ഞോ, ചീത്ത പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ്. തുടർന്ന് കൺമണി ആന്റിയമ്മ എന്നോടൊന്നും പറഞ്ഞില്ല, എന്നോടൊന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആന്റിയമ്മ എനിക്ക് മുഖം തന്നില്ല എന്നൊരു കള്ളം കൂടി പറയുകയാണ് കൺമണി. തുറന്ന കൃഷി എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പോൾ തന്നെ പോകാം. എന്നാൽ അത് കേട്ട് കൺമണി അയ്യോ സാർ ചതിക്കില്ല, സാർ ഇപ്പോൾ പോയാൽ ശരിയാകില്ല, അറിയാമല്ലോ സാർ ഇപ്പോൾ പോയാൽ പ്രശ്നം കൂടുതൽ വഷളാകുകയേ ഉള്ളൂ, അതുകൊണ്ട് സാറൊന്ന് സമാധാനിച്ചിരിക്കുക, നമുക്ക് എങ്ങനെയെങ്കിലും ഇത് സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ്. ഞാനൊന്ന് വീട്ടിലെത്തട്ടെ, സാറിനെ ഉറപ്പായിട്ടും വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കൺമണി ഫോൺ വെക്കുന്നത്. തുറന്ന് കാണിക്കുന്ന ദേവ്ജിയാണ്. ദേവ്ജി തലയ്ക്ക് കൈവച്ചുകൊണ്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് സാഗർ വരികയാണ്. സാഗർ പിന്നെ ദേവ്ജിയോട് എന്ത് പറ്റി ദേവ്ജി, എന്താണ് അടിയന്തരമായി കാണണമെന്ന് പറഞ്ഞത്. ദേവ്ജി പിന്നെ സാഗറിനോട് ഇന്ന് നമുക്ക് എന്തുകൊണ്ടും വളരെ മോശം ദിവസമാണെന്ന് പറയുകയാണ്. ഒരു ബാഡ് ന്യൂസ് സാഗറിനോട് പറയാൻ വേണ്ടിയാണ് ഞാൻ അടിയന്തരമായി കാണണമെന്ന് പറഞ്ഞത്. ഇസ്രായേൽ പോർട്ടിൽ കെട്ടിക്കിടക്കുന്ന കപ്പലുകളുടെ കൂട്ടത്തിൽ നമ്മുടെ ഒരു കപ്പലും ഉണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ ദിവസം അവിടെ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. നമ്മുടെ കപ്പൽ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. നമ്മൾ വീടും എല്ലാം പണയം വെച്ച് ചെലവാക്കി എക്സ്പോർട്ട് ചെയ്ത സകല സാധനങ്ങളും നശിച്ചു പോയിരിക്കുകയാണ് സാഗർ. എന്നാൽ ഈ വാർത്ത ഷോക്ക് അടിച്ച പോലെയാണ് സാഗർ കേട്ടു നിൽക്കുന്നത്. സാഗർ നെഞ്ചത്തും കൈവച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്കെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, നമ്മുടെ സകലതും തകർന്ന് തരിപ്പണമായിരിക്കുകയാണെന്നാണ് സാഗറിനോട് ദേവ്ജി പറയുന്നത്. തുടർന്ന് സാഗറിന് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. സാഗറാകെ തളർന്ന് പോയി ഇങ്ങനെ നിൽക്കുകയാണ്. തുടർന്ന് ദേവ്ജി സാഗറിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സാഗറിനെ അവിടെ കൊണ്ടുപോയി ഇരുത്തുകയാണ്. അങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന അലിഗിയെയാണ് ചതിപ്രയോഗത്തിലൂടെ മാനസ സ്വന്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ജയമോഹൻ ഇൻവെസ്റ്റ് ചെയ്ത 200 കോടി രൂപ കുദാഹവ
തുറന്ന് കാണിക്കുന്നത് സാഗറിനെയും കൂട്ടിക്കൊണ്ട് ദേവ്ജിയുടെ വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണ്. തുറന്ന് കൃഷും കൺമണിയും എല്ലാം അവിടെയുണ്ട്. തുറന്ന് എല്ലാവരും വിശദമായ ഒരു ചർച്ചയിലാണ്. തുറന്ന് കൺമണി ഇവർക്കുള്ള ചായയുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.